കുടുംബശ്രീയുടെ ദേശീയ സരസ് മേളയുടെ എപ്പിസോഡ് 2 ആണിത്. അതിപ്പോൾ നമ്മൾ എപ്പിസോഡ് 1 പറഞ്ഞതുപോലെ മലയാള സിനിമയുടെ ചരിത്രം നമ്മൾ കാണാൻ പോവുകയാണ്. ലോക സിനിമയും ഇതേ ചരിത്രത്തിലൂടെ തന്നെയാണ് കടന്നു വന്നത്. ഇപ്പോൾ MDയുടെ അനുസ്മരണം കഴിഞ്ഞ് നമ്മൾ ഈ സിനിമയുടെ പഴയ പ്രൊഡക്ഷൻ രീതികളെക്കുറിച്ച് നമ്മൾ ഒന്ന് കാണാൻ പോവുകയാണ്. ഇവിടുത്തെ ആളാണോ ഇതന്നെ? മണിച്ചേട്ടന കളറാ? അപ്പൊ 35 mm 70 mm ആണോ? അത് നമ്മളെങ്ങനെ തിരിച്ചറിയുന്നത്? ഇതെന്താ ക്യാമറ ആണോ? ഇത് നമുക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ, മഴത്തുള്ളി വീഴുന്ന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് 100 അടി ഫിലിം, ബൈനോക്കുലർ പോലെയുള്ള ക്യാമറ. അത് മെഷീനിൽ നമ്മൾ ഇതിനകത്ത് കീ കൊടുത്തിട്ട് ബോലക്സ് ക്യാമറ എന്നതിന്റെ പേര് അല്ലേ? ബോലക്സ് ക്യാമറ. അറിയാവുന്ന ആളെ വിളി. ഇത് റീല് ചുറ്റുന്ന സാധനം അല്ലേ? ഇത് മറ്റേ 8mm പ്രൊജക്ടർ. പഴയ 8mm പ്രൊജക്ടർ സ്കൂളിലൊക്കെ കൊണ്ടുവന്ന് ഞാൻ നടത്തിയിട്ടുണ്ട്. അത് 8mm ഫിലിം ഇത്ര ഉള്ളു അല്ലേ? 8mm ഫിലിം ഇത്ര നമ്മൾ സ്കൂളിൽ കൊണ്ടുവച്ചിട്ട് ഇതിലും പഴയതാ. അത് ഈസ്റ്റ്മാൻ കളർ. ഇത് ഒറിജിനൽ കളറാ. മറ്റേ റെഡ് മാത്രം കൂടുതൽ നിൽക്കുന്ന ഒരു കളറാണ്. ഇതൊക്കെ നിങ്ങളുടെ കളക്ഷനിലുള്ളതല്ലേ? സൂക്ഷിച്ചിരിക്കുന്ന. അതൊന്നും കളയല്ലേ, ഇതൊന്നും എനിക്ക് കിട്ടിയല്ല. അന്നൊക്കെ ഇതിന്റെ വാല്യൂ അറിയത്തില്ലാതെ ചുമ്മാ പിറക്കി അതുകൊണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡാണ്. എൻ്റെ കയ്യിലും കുറേ കളക്ഷൻ ഉണ്ട്. വേറെ സൈസ് സാധനങ്ങളാണെന്നുള്ളൂ. അതിനകത്ത് ഫിലിം ലോഡ് ചെയ്തിട്ട് എന്നിട്ട് ഇതിന് വെളിച്ചത്തിനായിട്ട് അടിക്കുന്നത് തന്നെ കാർബണോ? സാധനം ഫോസ്ഫറസോ കാർബണോ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ ഫിലിം ഉണ്ടല്ലോ, ഫിലിം പറഞ്ഞെടുത്ത് ഫിലിം ദേശേട്ടാ ഒരു ഫിലിം ഇങ്ങനത്തെ പീസ് ഫിലിം ഇങ്ങനെടുക്കും. 35 mm 2C ക്യാമറ. ഈ 2C എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന എന്നാ? സിനിമാസ്കോപ്പ് ക്യാമറ. ഡെവലപ്പ് ചെയ്യുമ്പോൾ പഴയ നമ്മുടെ നെഗറ്റീവ് എടുക്കുന്ന പോലെ. അല്ല, ഇതിന് വെളിച്ചം അടിക്കുന്ന എവിടുന്ന? പ്രൊജക്ടറിൽ കയറ്റിയിട്ടല്ലേ? ഇത് ഡെവലപ്പ് ചെയ്യുന്ന സ്ഥലമാണ്. അല്ല, ഇത് ക്യാമറയാണ്. ക്യാമറയിൽ ഇവിടുന്ന് തന്നെ ഇങ്ങനെ ആയാണ് പുറത്ത് വരുന്നത്. ഷൂട്ടിങ് ഇതിന് ഇവിടെ ലോഡ് ചെയ്യും, ഇവിടെ ഷൂട്ടിംഗ് ചെയ്യണ നെഗറ്റീവ് ഇവിടെ ഇത് ചെയ്യും. പിന്നെ പ്രോസസ് ചെയ്യുമ്പോഴാണ് ഇത് ഇങ്ങനെ വരുന്നത്. പ്രോസസ്സ് പുറത്തിറക്കി പുറത്തിറക്കി ഡെവലപ്പ് ഈ ബോക്സോടെ തന്നെ മാറ്റും, വെട്ടം കയറാതെ നമ്മളിത് വേറൊരു മെഷീനിലിട്ട് പിന്നെ ഡെവലപ്പ് ചെയ്തു. പണ്ടത്തെ ഫിലിം കഴുകുക, ഡാർക്ക് റൂമിൽ കൊണ്ടുപോയി ഡെവലപ്പ് ചെയ്തെടുക്കും. ഡെവലപ്പ് ചെയ്യുമ്പോഴേ കിട്ടുന്ന പ്രിന്റാണ് ഇത്. അതാ ഫിലിം കളയരാന്ന് പറയുന്നത്. എന്നിട്ട് ഇതിനെ എഡിറ്റ് ചെയ്യും. ഓരോ സീൻ ബൈ സീനായിട്ട് എഡിറ്റ് ചെയ്തിട്ട്. അത് വലിയ പണിയാണല്ലോ. ഇത് കട്ട് ചെയ്ത് എഡിറ്റ് എഡിറ്റ് ചെയ്ത് ഓരോ സീൻ ബൈ സീനാക്കി എടുത്ത് ഒട്ടിച്ച് പിന്നെ ഒന്നേന്ന് ഒരു ഫ്രഷ് പ്രിന്റ് എടുക്കും. അതെന്ന് പിന്നെ കോപ്പി എടുത്തു. അതിൽ കോപ്പി എടുത്ത് അങ്ങനെയാണ് തിയേറ്ററുകളിൽ പറഞ്ഞത്. തിയേറ്ററിലെ പ്രോസസ്സിംഗ് അല്ല മൊത്തം ഡിജിറ്റൽ. വേണേ കട്ട് ചെയ്യാം. സ്പോട്ട് എഡിറ്റിംഗ് ആപ്പ്. എഡിറ്റ് ചെയ്ത് ഓഡിയോ വരെ എടുത്ത് എഡിറ്റ് ചെയ്ത് അന്നേരം കണ്ട് വേണ്ടെങ്കിൽ അന്നേരം എടുത്ത് കളഞ്ഞു ലാഭമായി. ഇതെന്നാ സാധനം? പാട്ടൊക്കെ അപ്പൊ ഡാൻസ് സീനൊക്കെ എടുക്കുമ്പോ ഇതിൽ കൂടെയാണ് വേരിയേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി, പാട്ടിന്റെ വേരിയേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. ഇത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കൊണ്ടുപോയി ഉപയോഗിക്കും. പണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷനുള്ള ഒരു നാഗരയ്ക്ക് നമ്മൾ പാട്ട് കൊണ്ട് ഓട്ടിച്ചിട്ട്. അപ്പൊ കാസറ്റാണോ ഇടുന്നത്? എന്നാ ഇടുന്നത്? അല്ല, ഇത് മറ്റേ സ്കൂൾ പോലത്തെ ഒരു സാധനം. സ്കൂളാ? അതിന്റെ കൺട്രോളർ മാത്രമേ ഇതുള്ളൂ. ഓക്കെ. ഇതാണ് അതായത് ഒരു കളർ ഫിലിം തുടങ്ങിയ കാലത്തുള്ള ആദ്യത്തെ ക്യാമറ. ഈ അരാസിയോ എന്നാ ഈ കമ്പനിയുടെ പേരെന്നാ?
അസിരി അതൊക്കെ പല കമ്പനിയുടെ പേര് കാണാം. ആരിഫക്സ് അത് അവർക്കും ഉള്ളായിരുന്നു ക്യാമറ. ഇന്നിപ്പോൾ എല്ലാവർക്കും ആയി. അതും ആ കമ്പനിയുടെ തന്നെയല്ലേ? വേറെ കമ്പനിയാണ്. 35mm പണ്ട് നമ്മൾ തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞാണ് സിനിമാസ്കോപ്പ് 70mm ഒക്കെ വരുന്നത്. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കണ്ടിരിക്കുന്ന ചിത്രമൊക്കെ കണ്ടിരിക്കുന്നത് ഇതിനകത്താണ്. അതാണ് അതിൻ്റെ റീല്. ഇത് കണ്ടോ റീല്. ഇതിപ്പോൾ ഒരു സിനിമ ഫുള്ളുണ്ടോ? ഫുള്ളുണ്ട് പകുതി. ഇത് കൂട്ട 3 റീല് വരും. എത്ര വരും? ഇതിന്റെ 4-5 റോളൊക്കെ 5 റീലൊക്കെ വരും. മാറി മാറി വലിയ റോളാണ്. 2.5 മണിക്കൂർ ഓർമ്മല്ല. 2.5 മണിക്കൂർ ഓർമ്മ ഒരു 4-5 ക്യാൻ 5 ക്യാൻ 6 ക്യാനൊക്കെ വരും. അത് തന്നെ ഒന്ന് ലോഡ് ചെയ്ത് ചുറ്റിയെടുക്കാൻ തന്നെ എന്തൊരു പണിയാണ് മെക്കാനിക്കലായിട്ട്. എന്നാലും മോട്ടറായാലും തെന്നാതെ ഇന്നിപ്പോ ചുമ്മാ അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ആയാലും കാര്യം നടക്കും. അതെ അതെ അതെ. ഇതൊക്കെ ഷൂട്ട് ചെയ്ത് ഓരോ ഫിലിമുകളാണ്. ഇത് പണ്ട് നമ്മള് ലൈറ്റ് അടിച്ച ഭിത്തിയെ പതിപ്പിക്കല്ലേ, ലെൻസൊക്കെ വെച്ച്. ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ പുതിയ തലമുറയോട് പറഞ്ഞാൽ അവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അവര് പറയും ഫിലിമോ പ്രൊജക്ടറോ? ഇതിപ്പോ ഈ ലൈറ്റുകളൊന്നും ഇത്രയും ലൈറ്റൊന്നും ഇന്ന് വേണ്ട. ഒന്നും വേണ്ട. ലൂമിനൻസ് ലൈറ്റ് മതി, ചെറിയ ലൈറ്റ് മതി. ഉള്ള ലൈറ്റ് മതി. ഈ ലൈറ്റൊക്കെ കണ്ടോ? നസീറൊക്കെ ഇതിന്റെ മുമ്പ് നിന്ന് പാവം അഭിനയിച്ചെന്ന് ഓർത്തോ? അതെ അതെ. ഇതിന്റെ മുമ്പ് നിന്ന് അഭിനയിക്കുന്നതിനെ സമ്മതിക്കട്ടെ. എത്ര വാട്സാ? അത് വന്നിട്ട് ചെറിയ വാട്സേ ഉള്ളൂ. നമ്മള് 8mm, അത് 8 കഴിഞ്ഞാണ് 16 വന്നത്. 8mm ഈ 8mm അതേ ഇത് തന്നെ ഫിലിമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ വലിപ്പം കൂടി കിട്ടും. അത് കഴിഞ്ഞാണ് 35 വന്നത്. അതാണ് 35. പക്ഷെ ഈ സാധനം നമ്മൾ തിയേറ്ററിൽ അടിക്കുമ്പോഴേ ഈ സ്ക്രീൻ ചെറുതായിരിക്കല്ലേ? അപ്പൊ സ്ക്രീൻ ചെറുതായിരിക്കും. സ്ക്രീൻ ചെറുതായിരിക്കും. 16mm വരെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പം പണ്ട് അത്രയും ചെറുതായിട്ടാണ് തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്നത്. എന്ത് പാടുപെട്ടു. പിന്നെ വീഡിയോ കാസറ്റ്, അത് പൂപ്പൽ പിടിക്കുന്നു, അത് കഴുകുന്നു. പിന്നെ CD വന്നു, പിന്നെ DVD വന്നു, പിന്നെ ബ്ലൂറേ വന്നു. ഇതാണ് 60mm. ഇത് കണ്ടോടി. ഇത് 35mm ഫിലിം. ഇത്രയും വീതി വരും. ഇതിന് അതിന്റെ പകുതിയേ വരുള്ളൂ. 8mm ഇതിന്റെ പകുതിയേ വരുള്ളൂ. അപ്പൊ 8mm, 16mm, 35mm. ഓക്കെ. ഇത് കണ്ടോ, പഴയ മലയാള സിനിമയുടെ വളരെ വ്യത്യസ്തമായ ചില രംഗങ്ങളാണ്. മധുവ്, സീമ, സുകുമാരൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, പല 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 സിനിമാ ഷൂട്ടിങ്ങിനിടയിലുള്ള ഓരോ രംഗങ്ങളുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർമാരെടുത്ത സ്റ്റില്ലുകളാണ്. ഇത് ശരിക്കും മലയാള സിനിമയുടെ ചരിത്രവും അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റും എല്ലാം കാണിക്കുന്ന MDയുടെ ഇതുണ്ട്. MDയുടെ ഒരു ഫോട്ടോ കണ്ടിരിക്കുന്ന ഫോട്ടോ. മോഹൻലാൽ, മമ്മൂട്ടിയുണ്ട് അതിനകത്ത്. അങ്ങനെ നമ്മുടെ ഒരു ഫിലിമിൻ്റെ മോഹൻലാലിൻ്റെ ഉണ്ട് ഉയരങ്ങളിൽ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഫോട്ടോ ആണ് കാണുന്നത്. മോഹൻലാൽ ആക്കിയ ഒരു സിനിമയാണ് ഉയരങ്ങളിൽ നിന്നുള്ളത്. വളരെ നല്ലൊരു രസമുള്ള സിനിമയാണ്. സീമയുടെ പഴയ ഒരു കോലം കണ്ടല്ലോ. അങ്ങനെയുള്ള കുറേ സ്റ്റില്ലുകൾ, വെറൈറ്റി സ്റ്റില്ലുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കൊള്ളാം, നന്നായിട്ടുണ്ട്. നമുക്കത് കാണുമ്പോൾ പഴയ പല നൊസ്റ്റാളജികളും, നമുക്ക് മൺമറിഞ്ഞു പോയ പല ആൾക്കാരുടെയും ഫോട്ടോസും എല്ലാം ഇവിടെ കാണാൻ പറ്റും. പ്രഗത്ഭരായ ഭരതന് സുകുമാരൻ കണ്ടോ, മോഹൻലാലിനെ കുത്തി കൊലപ്പെടുത്തിയ ഒരു രംഗത്തിൻ്റെ തോക്ക് വെച്ച് വെടിവെച്ച്, അതോ വേറെ ആരോ ഒന്നാണോ, ഒരു സിനിമയുടെ രംഗമാണ്. മോഹൻലാലും മമ്മൂട്ടിയും കൂടെ ഒന്നിച്ചിരിക്കുന്ന രംഗം. അങ്ങനെ വളരെ അപൂർവമായിട്ട് കാണുന്ന രംഗങ്ങളാണ്. മാധവിയുടെ ഒരു ഡാൻസ് രംഗം. മാധവി ആദ്യകാലത്ത് അഭിനയിച്ചു തുടങ്ങിയപ്പോഴുള്ള ഡാൻസാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ കവിയൂർ പൊന്നമ്മ, സുരേഷ് ഗോപി സാറ്, അതാണ്ട് മോഹൻലാൽ കലപ്പ വീഴുന്ന ഒരു ഫോട്ടോ. പിന്നെ നമ്മൾ തിലകൻ സാറും MDയും കൂടി ഇരിക്കുന്നു. ഇതൊക്കെ ഒരു അപൂർവ പെരുന്തച്ഛൻ്റെ ഷൂട്ടിലാണെന്ന് തോന്നുന്നു. പെരുന്തച്ഛൻ്റെ ഒരു കോസ്റ്റ്യൂമിലാണ് തിലകൻ സാർ ഇരിക്കുന്നത്.
അങ്ങനെ ഓരോരുത്തരുടെ പഴയകാല നമ്മളുടെ മനസ്സുകളിൽ ഒരു സമയത്ത് നമ്മളുടെ മനസ്സിലുള്ള നമ്മുടെ താരങ്ങൾ, നമ്മളെ മൂർത്തികളായ താരങ്ങളുടെ സ്റ്റിൽ ഫോട്ടോസാണ്. അതാണ്ട് MD വാസുദേവൻ നായരും സുകുമാരൻ സാറും കൂടി ഇരിക്കുന്നു. അങ്ങനെയുള്ള കുറേ സീമയും നമ്മുടെ പുള്ളിയുടെ പേര് മറന്നുപോയി, ഓക്കെ, വില്ലൻ. ഇതാണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ സാറ്, പിന്നെ പിന്നെ EK നായനാർ സാറ്, പിന്നെ ഉമ്മൻചാണ്ടി സാറ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അവരുടെ എല്ലാം അപൂർവം ഫോട്ടോസാണ്. ഇത് MDയും ഭരതനും കൂടി ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഫോട്ടോസൊക്കെ കണ്ട് നമ്മൾ ഈ സ്റ്റാളിൽ നിന്നും വിട പറഞ്ഞ് അടുത്ത സ്റ്റാളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അവിടെ ടോട്ടലിൽ ഉള്ള ഒരു ഫോട്ടോസാണ് നമ്മൾ കാണിച്ചത്. ബാലങ്ക നായർ, ഇപ്പോൾ പേര് മറന്നുപോയ ആളുടെ പേര് കിട്ടി. ബാലങ്ക നായർ ഒരു കാലത്ത് വില്ലനായിരുന്ന നമ്മുടെ ജയന് ഹെലികോപ്റ്റർ രംഗത്തിൽ ജയൻ മരിച്ച ഹെലികോപ്റ്റർ കോളിളക്കം എന്ന് പറഞ്ഞ സിനിമയിൽ ബാലങ്ക നായരായിരുന്നു ഹെലികോപ്റ്ററിനകത്തുണ്ടായിരുന്നത്. ഈ അവസരത്തിൽ ഒരു കാര്യം പറയാൻ ഞാൻ ഓർക്കുന്നു. ഈ ഫിലിമിന്റെ അന്ത്യം കണ്ടത് സോണി കമ്പനിയുടെ സ്ഥാപകനായ അക്കിയ മോറിട്ടോ ആണ് ഡിജിറ്റൽ ക്യാമറയും ഡിജിറ്റൽ ടെക്നോളജിയും കണ്ടുപിടിച്ചത്. ആ കണ്ടുപിടുത്തത്തിലൂടെയാണ് ഫിലിം ലോകത്തുനിന്ന് തന്നെ അപ്രത്യക്ഷമായത്. ഡിജിറ്റൽ ടെക്നോളജിയുടെ പുറകെ പോയി ഇന്ന് എന്തെല്ലാം സൗകര്യങ്ങളുണ്ടാക്കി. അദ്ദേഹത്തിന് നമുക്ക് നന്ദി പറയാം. ഇത് എവിടെ നിന്ന് വരുന്നത്? സ്ഥലം ചെങ്ങന്നൂരുകാർ തന്നെ. റെയിൽവേ സ്റ്റേഷൻ ഹോട്ടലാണോ? അത് മറ്റേ ബേക്കറിയാണോ? ബേക്കറിയുടെ പേരിനാ മലബാർ ചിപ്സ്. ആര്യാസിന് നേരെ ഫ്രണ്ടിൽ കാണുന്നതാണ്. ഓക്കെ, വലിയ കട, വർഷങ്ങളായിട്ടുള്ള കട. അതെ അല്ലേ? കഴിച്ചു. ഇത് കോഴിക്കോട് അലുവല്ലേ? ഇതെല്ലാം ഞങ്ങൾ ഉണ്ടാക്കുന്നത്. മുഴുവൻ സാധനം ഞങ്ങളുടെ പ്രൊഡക്റ്റാണ്. ഞങ്ങൾ കോഴിക്കോട് ഒരു സാധനം എടുക്കും. ചേച്ചി അല്ല, കോഴിക്കോട് അലുവയ്ക്ക് മേക്കിംഗ് വ്യത്യാസം ഉണ്ടല്ലോ. കോഴിക്കോട് അലുവയ്ക്ക് മേക്കിംഗ് വ്യത്യാസമല്ലേ? ഇതിന് റബ്ബർ പോലെ ബോംബെ കറാച്ചി ഹലുവ, സ്പെഷ്യൽ നമ്മുടെ ജാക്ക്ഫ്രൂട്ട് ഹലുവ, എല്ലാം നമ്മുടെ പ്രൊഡക്റ്റാണ്. മലബാർ ചിപ്സിന്റെ. എന്നാ വില എന്നാ ഈ ബ്ലാക്കിന്? മസാല ചിപ്സ്, സാധാ ചിപ്സ് 1 കിലോ 150 രൂപ. 1 കിലോ 150 രൂപ. 6000 600 1 കിലോ ഹിന്ദി മിസ്റ്റേക്ക് പുള്ളി ഹിന്ദിയാ, അപ്പൊ വാ തുറക്കാൻ പറ്റിയ गारंटी के साथ ഹിന്ദി പറഞ്ഞു. गारंटी के साथ सामान बेचता है, कोई कंप्लेंट नहीं आएगा. खाने वाला पसंद करेगा. कभी भी वो इधर से बाहर भी जाता है, पार्सल जाता है. जम्मू कश्मीर वाला, उत्तर प्रदेश वाला मांगता है इधर का सामान. ഓക്കെ, चिप्स हमारा फेमस है. മനസ്സിലായോ? ജമ്മു കാശ്മീരിന് വേണേലും ഇവിടുന്ന് ഈ സാധനം പാഴ്സലായിട്ട് അയച്ചു കൊടുക്കുമെന്നാണ് പുള്ളി ഹിന്ദി പറഞ്ഞത്. കാര്യമെല്ലാം മനസ്സിലായി. നമ്മൾ ഓർഡർ ചെയ്താൽ അന്നേരം തന്നെ എവിടെ വേണേലും അയച്ചു കൊടുക്കുന്നതാണ്. हमारा ये चिप्स बहुत फेमस है. നമ്മൾ എടുക്കുന്നതെല്ലാം ഞങ്ങൾ തന്നെ ഇത് ചെയ്യുന്നു. മലബാർ ചിപ്സ് എന്നാണ് ഇതിന്റെ പേര്. ചെങ്ങന്നൂർ. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ. बहुत दूर दूर तक ഇതുകൊണ്ടോ കുറെ ചിപ്സുകൾ. इधर से കഴിച്ചിട്ട് വേണം. राजस्थानी भी कराओ. हेलो पिकल. मैडम जी हाय हेलो दो. हाय हेलो. ഇതെന്നാ പിക്കിളാ? हाँ सर, मैं बढ़िया एडवर्टाइज दूंगा. हमें दो. വെള്ളം കുടിച്ചിരിക്കും. ചകിരിയും റബ്ബറും കൂടെ, റബ്ബർ പാലും ചകിരിയും കൂടെ, എന്നിട്ട് അച്ഛനകത്ത് ഒഴിച്ചെടുക്കുന്ന ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചട്ടി. പ്ലാസ്റ്റിക് വേണ്ട. ഇതിനകത്ത് വെക്കാൻ പറ്റും.
ആ കുറെ കഴിയുമ്പോൾ ചട്ടി പൊട്ടി പൊക്കോളും. പിന്നെ ഇത് കളയാനൊന്നും നടക്കണ്ട. നിനക്ക് വേണോ? വേണ്ട. വീട്ടിൽ വരണ്ട, ചേട്ടൻ ഫേമസ് ആകട്ടോ. ഇതിനെന്നാ വില? ഇതിന് 65 രൂപയുള്ളൂ. എടീ റബ്ബറിന്റെ വില പോലും ആകുന്നില്ല. നിങ്ങളെവിടെയാ? സ്ഥലം എവിടെയാ? ഇവിടെ തന്നെയാണ്. ഇത് വളരെ നല്ലൊരു ചട്ടിയാണെന്ന് തോന്നുന്നു. ചകിരിയും റബ്ബർ പാലും വെച്ച് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ചട്ടിയാണ്. നമുക്ക് വീട്ടിൽ റബ്ബർ പാലുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാമെന്ന് തോന്നുന്നു. അത് എക്കോ ഫ്രണ്ട്ലിയാണ്. പ്ലാസ്റ്റിക് ഒക്കെ ഉപയോഗിക്കുന്നതിലും നല്ലതാണ്. ഇതിനെന്നാ വില ഒരു പാക്കറ്റിന്? എന്നാലും ഇതെല്ലാം കോഴിക്കോട് മല്ലി വേണം. ഇത്ര അല്ല 1, 2, 3, 4, 5 പീസ് 100 രൂപ. 5 വ്യത്യസ്ത ഫ്ലേവറുകൾ. ശരി. വിവിധയിനം വസ്തുക്കളുണ്ട്. ഒത്തിരി സ്റ്റാളുകളുണ്ട്. എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വരുന്നവർക്ക് വളരെ ഉപകാരമാണ്. ഇത് കണ്ടോ, രാജസ്ഥാൻ്റെ ചെരുപ്പുകളാണ്. രാജസ്ഥാൻ്റെ ഓരോ കൗണ്ടറുകളാണ്. എല്ലാ സ്ഥലവും ഉണ്ട്. കർണാടക, രാജസ്ഥാൻ എല്ലാം ഉണ്ട്. ഫുഡ് കഴിഞ്ഞ ആള് വരുന്നുണ്ടല്ലേ? ഇനിയിപ്പം ഞായറാഴ്ച വരെ ഉണ്ടോ? കൊള്ളാല്ലേ? താരനുള്ളവർക്ക് താരം മാറാനുള്ള മരുന്നൊക്കെ ഉണ്ട്. പിന്നെ വെറൈറ്റി നല്ല അലവോര ഷാമ്പുവും അതും ഇതെല്ലാം ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായ ഷാള് ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ബ്യൂട്ടി ഐറ്റംസ് ആണ് മൊത്തം ഉള്ളത്. കേരള സോപ്സ് എന്ന് പറഞ്ഞ സോപ്പും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. സോപ്പ് ഐറ്റംസ് ആണ്. പല വെറൈറ്റി സോപ്പുകളൊക്കെ ഉണ്ട്. നല്ലതാണ് കേട്ടോ. അതൊരു നാച്ചുറലായിട്ടുണ്ടാക്കുന്ന സോപ്പുകളാണെന്ന് മനസ്സിലായി. അങ്ങനെ നല്ലതായിട്ടുള്ള സോപ്പ്, വെറൈറ്റി സോപ്പുകൾ, ഷാമ്പു, അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മളൊരു സ്റ്റോളിലേക്ക് ഉണ്ടോ ആഭരണങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. പിള്ളേരൊക്കെ വിൽക്കാനായിട്ട് നിൽക്കുന്നു. ആഭരണങ്ങൾ നല്ല ഭംഗിയുണ്ട്. ഇതുണ്ട്, വെറൈറ്റിയാണ്. मेरे मगर तू की करदी, कह चल बस तू ही जादी।
അപകടങ്ങൾ ഒഴിവാക്കുന്ന സാധനം. എന്തുണ്ടെങ്കിലും നോക്കി ഇതുകൊണ്ട് ഗ്യാസിൻ്റെ ലെവൽ ഇവിടെ കാണിക്കും. ഇതായാലും ഇങ്ങനെ പ്രസ് ചെയ്താൽ പിടിച്ചു. കത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ലീക്ക് എന്ന് പല രീതിയില്ല. കാരണം 7-8 ജോയിന്റ് ചെയ്യേണ്ടതുണ്ട്. ടൊമാറ്റോ പിടിച്ചോട്ടിരിക്കുക. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. തീ കൊണ്ടിരിക്കുകയാണ്, കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കട്ട് ചെയ്യാം. ഗ്യാസ് ഉണ്ടോ നോക്കി. ഇല്ല. ഗ്യാസ് ബ്രേക്കറായി കട്ട് ഓഫിലുള്ളൊരു ബ്രേക്കർ. നമ്മൾ ഷോക്ക് അടിക്കുമ്പോൾ നമ്മൾ ബ്രേക്കറൊക്കെ ഉപയോഗിക്കുന്നില്ല. അപ്പം ശരിക്കും ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത്? പ്രഷർ വേരിയേഷൻ വന്നാൽ അപ്പോഴേ ഓട്ടോമാറ്റിക്കോ. ഓ അതാണ് ഇതാണ് ബ്രേക്കർ. ആ ഓക്കെ ഓക്കെ. ഇതുണ്ടല്ലേ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണം. കത്തുന്നില്ല. ആ നമ്മൾ രാത്രിക്ക് അടയ്ക്കാൻ വിട്ടുപോലും പേടിക്കും. എന്തെങ്കിലും തരം ലീക്കേജ് സംഭവിച്ചാൽ ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിരിക്കും. ഈ പെട്ടെന്നുള്ള കട്ടിങ്ങിൽ ചെറുതായിട്ട് ലീക്ക് വന്നാൽ കട്ടോ വരും. കട്ടാവില്ല. ഇതിന് പ്രഷർ ഡൗൺ ആയി പോകും. ഉദാഹരണം നമ്മൾ വെള്ളമൊക്കെ വേണം അണഞ്ഞു പോയിരുന്നു. ആ ചെറുപടം നോക്കിയാണ് നമ്മൾ വെള്ളം പാല് കഞ്ഞിയൊക്കെ തിളപ്പിക്കും. ജസ്റ്റ് നമ്മൾ സിമ്മിലിട്ടാണ് ചെറിയ ചൂട് കൂടുന്ന സമയത്ത് ഇതുപോലെ സാധാരണ ചെയ്തിട്ട് വലിയ അപകടമാണ്. സാധാരണ സ്പ്രെഡ് ചെയ്യും. സ്പ്രെഡിങ് ഇല്ല. അപ്പോഴേ പ്രശ്നം ഡൗൺ ആയി ഇപ്പം നിലവിൽ ഒരു അംശം ഗ്യാസ് ഉണ്ട്. സ്പ്രെഡിങ് ഉള്ള ശേഷിയില്ല. എത്ര മണിക്കൂറാണ് ഒരു ദിവസം ഗ്യാസ് അംശങ്ങളുണ്ട്. പക്ഷേ നമ്മൾ കത്തിക്കുമ്പോൾ എങ്ങനെ കത്തുന്നത്? സാധാരണ ആള് കത്തും. നമുക്ക് എത്ര സമയം കഴിഞ്ഞാൽ സ്പ്രെഡിങ് ഇല്ല. ഇങ്ങോട്ടേക്ക് നമ്മളിൽ കത്തിക്കുന്ന ഫ്ലെയിം നോക്കിക്കോണം. അടുത്ത് കത്തിക്കണം. ഗ്യാസ് ഫ്ലെയിം ശ്രദ്ധിക്കണം. എങ്ങനെ ആദ്യമായിട്ട് കത്തിക്കുന്നത് ഇപ്പോഴാണ് വീണ്ടും റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളാണെങ്കിൽ തുറന്നു അതിവിടെ കത്തിക്കാൻ വൈകും. എന്താണ് പ്രശ്നമല്ല. അറിയാം. പിന്നെ വാഷർ കംപ്ലൈൻറ്റ് ഇവിടെ ഏറ്റവും വലിയ മെയിൻ സപ്പോർട്ട് ശ്രദ്ധിക്കുന്ന സംഭവമാണ് റിയർ വാറണ്ടി. അതുകൊണ്ട് കാണിച്ചു. കംപ്ലൈൻറ്റ് നിലവിലിനകത്ത് വാഷറില്ല. ഞങ്ങൾ ഒരു പണിയിരിക്കാം. അതിനുശേഷം നമ്മൾ സാധാരണ റെഗുലേറ്റർ മാത്രം വെക്കുക. ഇത് മാത്രമേ ഉപയോഗിക്കാം. ലീക്കാണ്. നമുക്ക് നമ്മൾ ഡിവൈസ് ചേർത്ത് വെക്കാം. ഇപ്പം ലീക്കോ കാര്യങ്ങളോ ഒന്നും നോക്കാം. കയ്യൊന്ന് വെച്ചോക്കെ. ഇല്ല ഹലോ. ആ വാഷ് വേണമെന്ന് നിർബന്ധമില്ല. അത് വന്നെങ്കിൽ തൊട്ടപ്പുറത്തെ മാതാ ഗോൾഡ് സ്റ്റോറേ കൊടുത്തേക്കോ. ജസ്റ്റ് ഒന്ന് ഓർഡർ കൊടുത്തിരുന്ന അയാൾ എത്തിക്കാം. മാതാ ഗോൾഡ് സ്റ്റോർ നാളെ ഞാൻ എടുത്തോളാം. ഇനി ഞാൻ കാണില്ല. ഓക്കെ. അല്ല ഇപ്പോൾ ഞാൻ പറയാം. നല്ല യൂണിറ്റാണ്. അത്യാവശ്യം വേണ്ടതാണ്. ഗ്യാസ് ഉപയോഗിക്കുന്നവർക്ക് അത്യാവശ്യം വേണ്ട സംഭവമാണ്. അത് നല്ല അപകടങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം. പ്രഷർ അറിയാൻ പറ്റും. അറിയാം. എല്ലാം അറിയാൻ പറ്റും. ഇതിങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലരിങ്ങനെ വണ്ടിയിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. അല്ലേ